അമേരിക്കയിൽ നിന്നും തീരുവ ചുമത്തപ്പെട്ട് ഇന്ത്യയെ ഇത്രയും വലിയ പ്രതിരോധത്തിലാക്കിയത് നരേന്ദ്രമോദിയുടെ വ്യക്തി താൽപര്യമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. രണ്ട് ചങ്ങാതിമാർ അദ്ദേഹത്തെ വഞ്ചിച്ചിരിക്കുന്നു. അദാനിയെ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ തന്നെ ബലി കൊടുത്തൊരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവസാനം മാറുകയാണ്. അതായത് റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ ഇടപാടിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ പ്രതികാര നടപടി എന്നോണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനാണ് നരേന്ദ്രമോദിയുടെ ചങ്ങാതിയായ ട്രംപിന്റെ തീരുമാനം. ഇത്തരം പ്രതികാര നടപടികൾ കനക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപിനെ നേരിടാൻ കഴിയാത്തതിൻ്റെ കാരണം അത് മറ്റൊരു ചങ്ങാതിയായ അദാനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന US അന്വേഷണമാണെന്ന് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ആഞ്ഞടിക്കുകയാണ് ഇന്ത്യയിലെങ്ങും. മോദിയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും നരേന്ദ്രമോദിയും അദാനിയും റഷ്യൻ എണ്ണ ഇടപാടുകളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം തുറന്നു കാണിക്കുമോ എന്ന ഭീഷണിയാണ് മോദിക്കുള്ളതെന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 നവംബറിലാണ് ഗൗതം അദാനി, സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി ജീവനക്കാർ, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കമ്പനീസ് എന്നിവയ്ക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും US കോടതി കുറ്റം ചുമത്തിയത്. US നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയെന്നുമാണ് അന്നുയർന്നു വന്ന കേസ്. $multi-billion പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധാരണാജനകവുമായ പ്രസ്താവനകൾ നടത്തി നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായാണ് അദാനിക്കെതിരെ ആരോപണം ഉയർന്നു വന്നത്. കൂടാതെ 2300 കോടി രൂപ കൈക്കൂലി നൽകിയതായും ആരോപണമുണ്ട്. 20 കൊല്ലത്തിനുള്ളിൽ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടതായും അദാനിയെ പരാമർശിക്കുന്നതിന് ന്യൂമെറെ യുണോ, ദ ബിഗ് മാൻ തുടങ്ങിയ കോഡുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പയെടുക്കുന്നതിനായി കുറ്റാരോപിതർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കോഴക്കാര്യം മറച്ചുവെച്ചതായും പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി കോഴ നൽകിയത് എന്നായിരുന്നു അന്നുയർന്ന പ്രധാന ആരോപണം. അങ്ങനെയെങ്കിൽ രാഹുൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി വായടച്ച് മൗനമായിരിക്കുന്നത് അദാനിയുടെ മേലുള്ള ആരോപണങ്ങൾ തന്നിലേക്കും നീളുമോ എന്ന ഉൾഭയം നിമിത്തമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ രാജ്യവിരുദ്ധനെന്ന് വിളിക്കാൻ സംഘപരിവാറുകാർക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഒരാൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ തന്നെ ബലി കൊടുത്തത് സത്യമാണെങ്കിൽ ഈ രാജ്യത്തിന് അദ്ദേഹം മറുപടി പറയുക തന്നെ ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സുഖമായി രാജ്യം ഭരിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം പോലുമില്ലാതെയായി മാറിയത്. ഏതായാലും മോദിയും ട്രംപും ഉണ്ടായിരുന്ന ചങ്ങാത്തം ഈ രാജ്യത്തിന് ദോഷം ചെയ്തു എന്ന് മാത്രമല്ല, അദാനി എന്നൊരു വ്യക്തിക്ക് വേണ്ടി മോദി രാജ്യത്തെ ബലി കൊടുത്തു എന്ന റിപ്പോർട്ടുകളും കൂടി പുറത്തു വന്നതോടെ അത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരം തന്നെയാണ്.